ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളെ മമ്മൂട്ടിയുടെ സിനിമ കളം കാവൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരം തന്നെ ചെന്ന് നമ്മൾ കണ്ടു. കണ്ടിട്ട് വന്നിരിക്കുകയാണ്. കളം കാവൽ ഡയറക്റ്റഡ് ബൈ ജിതിൻ കെ ജോസ്. ഇറ്റ്സ് എ ഗുഡ് മൂവി, ഇറ്റ്സ് നോട്ട് ബാഡ്. പക്ഷേ അതിനകത്തൊരു മിസ്കാസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ മിസ്കാസ്റ്റ് പോലെ തോന്നി. ബിക്കോസ് മമ്മൂട്ടിനെ അത്രമാത്രം ഒരു ക്രൂരത കൊണ്ടെത്തിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു സിനിമയിൽ അത്രമാത്രം ഒരു ക്രൂരതയിൽ എത്തിയാൽ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചും കൂടെയൊക്കെ ഒരു അവനെ കൊല്ലണം, അവനെ ഇടിച്ച് അത് ഇതെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇൻറ്റൻസിറ്റി എത്തിയില്ല. മേ ബി ഡയറക്ടർ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. മേ ബി മമ്മൂട്ടിനെ അങ്ങനെ കാണിക്കാൻ പറ്റാത്തതാണ് ഞാൻ വിശ്വസിക്കുന്നത്. മേ ബി വേറൊരാളായിരുന്നെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ഒരു എക്സ്ട്രീമിൽ അതിനെ ആ ക്യാരക്ടറിനെ കൊണ്ടുപോകായിരുന്നു. അത് കാരണം നമുക്ക് അതൊരു കുറച്ചും കൂടെയൊക്കെ ഒന്ന് പിടിച്ചിരുത്തി നമുക്ക് ആ വില്ലനിലോട്ട് ആ ഒരു സാധനം എത്തിയനെ. പിന്നെ ലാസ്റ്റിൽ അതിനെ വില്ലനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ കാണിച്ചിട്ടുമുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എവിടെയൊക്കെയോ ഒരു സാധനം ഒരു മിസ് മാച്ച് പോലെ തോന്നി എനിക്ക്, മിസ്കാസ്റ്റ് പോലെ തോന്നി ഇൻ എഫക്റ്റ്. സോ നല്ല പടമായിരുന്നു. ഓക്കെ, കാണാം. ഓൾറെഡി നമുക്ക് സ്റ്റോറി ലൈൻ അറിയാം. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കണ്ട് ഇരിക്കുക എന്നുള്ളത് മാത്രം. ആ ഒരു ഇത്ര ഇൻറ്റൻസിറ്റി കിട്ടിയിട്ടുണ്ടോ ആ സ്റ്റോറി, ഒരു ക്രൈം ത്രില്ലർ ആ ഒരു സാധനം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി നോട്ട്. കുറച്ചും കൂടെയൊക്കെ ആവാം എന്ന് തോന്നി. ബിക്കോസ് മലയാളികൾ ഇഷ്ടം പോലെ സിനിമ പല പല ഭാഷകൾ കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ദേ വുഡ് ഹാവ് ഡൺ ലിറ്റിൽ മോർ ടു ദ ക്യാരക്ടർ. മമ്മൂട്ടി ഈസ് എ ബ്രില്യൻ്റ് ആക്ടർ, അതിനെക്കുറിച്ചേ ഞാൻ പറയുന്നില്ല. വിനായകൻ സൂപ്പർ. മേ ബി തിരിച്ചുള്ളൊരു ക്യാരക്ടർ സ്വാപ്പിംഗ് ഉണ്ടായിരുന്നെങ്കിൽ മേ ബി ഇറ്റ് വുഡ് ഹാവ് ബീൻ, വിനായകന് നല്ല സ്കോപ്പ് ഉണ്ടായിരുന്നു അതിനെ ഒരു അത്രമാത്രം ഒരു ഇതാക്കാൻ വേണ്ടിയിട്ട്. Go and watch the movie in the theatre.